നമസ്കാരം. ഇതുപോലൊരു പ്രഭാതം ഇനി ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് കേരളം ഇന്ന് ഉണർന്നത്. കാരണം അതീവ ദുഃഖത്തോടുകൂടി സ്വപ്നങ്ങൾ ബാക്കിയാക്കി 30ഓളം ആളുകളുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന നേർക്കാഴ്ചയാണ് ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിവിധ കക്ഷി നേതാക്കളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ നെടുമ്പാശ്ശേരിയിൽ സന്നിഹിതരായിരിക്കുകയാണ്. കുവൈറ്റിലുണ്ടായ ദുരന്തം, അത് മൂലം കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള വേണ്ടപ്പെട്ടവർ അത് ഇനി ഒരിക്കലും തിരികെ വരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവർ നമ്മെ വിട്ടു പോകുന്നത്. ഇതിലേറെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. 5 ദിവസം മുമ്പ് കുവൈറ്റിലെ ജോലിക്കെത്തിയവർ, സ്വന്തം അപ്പൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിക്കെത്തിയ ചെറുപ്പക്കാരൻ 12 ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരികെ വരേണ്ട ആളുകൾ, ഇങ്ങനെ വിധി കവർന്നെടുത്തത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെയാണ്, കാത്തിരിപ്പുകളെയാണ്. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ 31 മൃതദേഹങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങുകയാണ്. പറയാതിരിക്കാൻ വയ്യ, നെടുമ്പാശ്ശേരിയിൽ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് കുവൈറ്റിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല, അതിനുവേണ്ട പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചില്ല, അങ്ങനൊരു വിവാദം ഒരു വശത്ത് നിൽക്കുന്നു എങ്കിൽ തന്നെയും അത് മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇന്ന് നെടുമ്പാശ്ശേരിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരുക്കങ്ങൾ ഏറെ അഭിനന്ദനമർഹിക്കുന്ന ഒന്നാണ്. ഓരോ മൃതദേഹത്തോടൊപ്പവും ഒരു ആംബുലൻസും അതിനൊരു പൈലറ്റ് പോലീസ് വാഹനവും, നൽകാവുന്ന എല്ലാ ആദരവും നൽകി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് സംസ്ഥാന സർക്കാർ ഈ മരിച്ചവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഉണർന്ന് പ്രവർത്തിക്കാൻ ഇത്തിരി വൈകിയോ എന്ന സംശയം ബാക്കി ഉണ്ട് എങ്കിലും കേരളത്തിൻ്റെ ഈ 23 മക്കൾക്കും നമ്മൾ നൽകുന്ന യാത്രയയപ്പ്, സംസ്ഥാന സർക്കാർ കേരളം നൽകുന്ന യാത്രയയപ്പ്, അത് അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, രക്തസാക്ഷിത്വം വഹിച്ച ധീര ജവാന്മാരെ പോലെയാണ് കുവൈറ്റിൽ മരിച്ച ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇത്രയും നല്ല രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയതിൽ, കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ഒട്ടുമിക്ക മന്ത്രിമാരും അവിടെ എത്തി, ജനപ്രതിനിധികൾ അവിടെ എത്തി, വളരെ നല്ല രീതിയിൽ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചകൾ, നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട് എന്ന് അവർക്കൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള സർക്കാരിൻ്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് വയ്യ. ഏതായാലും ഒരിക്കൽ കൂടി കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള, സ്വപ്നങ്ങൾ ബാക്കിയാക്കിയ അനവധി കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാണ്, ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നതിനും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.